ചേർക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ചതാണ്. ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചത് മുറിക്കുന്ന ആൾക്കാർ എന്ന് ആക്ഷേപം വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. ചേർക്കൽ അതും സാധാരണയായി ചേർച്ച ഉള്ള ഒരാള് എന്ന നിലക്കല്ല. ചേരുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല, ചേർച്ച ശരിക്കുണ്ടോ ഇല്ലേന്നും അറിയില്ല. ആകപ്പാടെ കാണുന്നത് മുഖമാണ്, പിന്നെ അല്പനേരത്തെ സംസാരമാണ്. അതുകൊണ്ട് എല്ലാം ആവുകയില്ല. പക്ഷേ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, ഒരുപാട് ചർച്ചകളില്ല. ചില്ലറ സമയം കൊണ്ട് തീരുമാനമെടുക്കുന്നു, നടപ്പാക്കുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ളൊരു കുടുംബത്തിന്റെ അടിസ്ഥാനം ഒന്നും രണ്ടുമല്ല. ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ ഇപ്പൊ 800 കോടിയുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 700 കോടിയുണ്ട്. അങ്ങനെ കണക്കൂട്ടിയാൽ കോടി ആൾക്കാർ ആദം അലൈഹി സ്വലാമിന്റെ മക്കളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾക്ക് കുടുംബ പേരുണ്ട്. കുടുംബസംഗമം കൂടുമ്പോ വേരുകൾ തേടി എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്താറുണ്ട്. അവരെല്ലാവരും വന്ന് കൂടുമ്പോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളും മക്കളെ മക്കളും പേരമക്കളും കൂട്ടുകുടുംബാദികളും ഒക്കെയായി നോക്കുമ്പോ അങ്ങനെ എത്രയോ കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. ആ കുടുംബങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെയും തുടക്കം രണ്ടാളിൽ നിന്നാണ്, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. അങ്ങേയറ്റത്തെ തുടക്കമാണ് ആദം അലൈഹിസ്സലാമിൽ നിന്ന്. പ്രസംഗങ്ങളിലെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്ത് ഇന്നും ഇവിടെയും നമ്മളത് കേട്ടു. ആ മനുഷ്യരെ എല്ലാവരെയും കോർത്തിണക്കുന്ന കണ്ണി, ഗർഭാശയം, ഫത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം, ആ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ എന്ന കൽപ്പന പവിത്രമായ, ബഹുമാന്യമായ, കറയോ ചളിയോ പൊടിയോ അവ്യക്തതയോ പുകമറയോ ഒന്നുമില്ലാത്ത വ്യക്തമായ കുടുംബജീവിതം. പരസ്യമായ പരസ്യമാക്കണം എന്ന് റസൂലുള്ളാഹി. നിക്കാഹ് പരസ്യമാക്കണം. ആരാ? ഭാര്യയും ഭർത്താവുമാണ്. കുടുംബങ്ങൾ കൂടിയാടി, ആളുകളെല്ലാവരും സാക്ഷിയായി മുന്നോട്ടു പോകുന്ന കുടുംബജീവിതം. അഖദ്ന മിൻകും മീസാഖൻ ഗലീറ, ഉറപ്പുള്ള ഒരു കരാറാണ് വാങ്ങിയത്. ഗലീൽ, കടുപ്പമുള്ളതാണ്. കടുപ്പമുള്ള കരാർ പെട്ടെന്നും പൊട്ടിക്കാൻ കഴിയുന്നതല്ല. 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി പുപ്പു എന്ന് പറയുന്ന ശൈലി നമുക്കില്ല. ഒഴിവാക്കിക്കളാം. ആ പെണ്ണുങ്ങൾ എത്രയുണ്ട്, ആണുങ്ങൾ എത്രയുണ്ട് എന്ന് പറയുന്ന ശൈലിയില്ല. കാരണം അള്ളാഹുവിന്റെ കരാർ, ബിസ്മില്ല, അള്ളാഹുവിന്റെ തിരുനാമം. ഇസ്തഹ്ലൽതു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരുടെ ചാരിത്രം, അവരുടെ വിചാരങ്ങൾ, ഇരുകൂട്ടരുടെയും ശരീരവും മനസ്സുമെല്ലാം പങ്കുവെക്കപ്പെടുകയാണ്. എല്ലാം കൊടുക്കുകയാണ്, ഒന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള ആ അടുപ്പം, അതിന്റെ കാഠിന്യം, അതിന്റെ കടുപ്പം, അതില് തമ്മിൽ ലയിച്ച് ഒന്നും ബാക്കിയില്ല, ഒരു സ്വകാര്യവും ഇല്ല. അവർക്കിടയിൽ എല്ലാം പരസ്യമാണ്, ആ രണ്ടാളുകൾക്കിടയിൽ. അങ്ങനെയുള്ള ഉറപ്പ്, ഈ ഉറപ്പ് നടന്നു പോകുന്ന വഴിയിൽ, ജീവിതത്തിന്റെ വഴിയിൽ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിയുമ്പോ പിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, വഴിമാറുന്നത് എങ്ങനെയാണ്, സ്നേഹം വറ്റിപ്പോകുന്നത്, പരിഗണനയും ലാളനയും ബഹുമാനവും ആദരവും അനുസരണവും വറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കൽപ്പന വ്യക്തമാണ്. ഇത് സൂറത്തുൽ നൂറിൽ അള്ളാഹു കൽപ്പിച്ചു, വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിലെ അവിവാഹിതരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിങ്ങൾ വിവാഹം ഉണ്ടാക്കി കൊടുക്കണം. കൽപ്പനയാണ്. ദല്ലാളിമാരാകണം.
അയിനൊന്നുമില്ല, ആ ചൊറക്കൊന്നും നമ്മളില്ല എന്ന് പറഞ്ഞ് മാന്യന്മാരായി മാറിക്കണ്ട. അതൊക്കെ ഒരു സ്വന്തരമാണ്, പ്രയാസമാണ്. കല്യാണം ഉണ്ടാക്കിയ പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളുടെ നേരെ വരും എന്നൊന്നും വിചാരിക്കേണ്ടവരല്ല. ധീരന്മാരായ തൗഹീദിന്റെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഈമാന്റെ ആളുകളായ നമ്മൾ രംഗത്തിറങ്ങണം. വഅൻകിഹു, നിങ്ങൾ വിവാഹമുണ്ടാക്കണം. അവര് ഫഖീറുമാരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി, അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവരെ ഐശ്വര്യമുള്ളവരാക്കും, സമ്പന്നരാക്കും. റബ്ബാണ് പറയുന്നത്. എന്ത് കണ്ടിട്ടാ പെണ്ണിട്ടണത്? എന്ത് കണ്ടിട്ടാ അവിടേക്ക് കെട്ടിക്കുന്നത്? കഞ്ഞിക്ക് വകണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിലപ്പുറം പ്രപഞ്ചത്തിന്റെ റബ്ബ് പറയുന്നു, ഇയകൂനു ഫുഖറാ, അവര് ഫഖീറുമാരാണെങ്കിലും യുഗ്നിഹിമുല്ലാഹു, അല്ലാഹു അവർക്ക് സമ്പത്ത് കൊടുക്കും. എവിടുന്ന്? അല്ലാഹ് എവിടുന്ന് അടുത്ത് കൊടുക്കുക? മിൻ ഫളലിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. അല്ലാഹു വാസിഉൻ അലീം, ആർക്കൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ വഴിക്ക് കൊടുക്കണമെന്നതിനെ കുറിച്ച് എല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. വാസിഉൻ, വിശാലമായുള്ളവനുമാണ്. അള്ളാഹിന്റെ കീസിന്ന് ലേശം പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭാരമല്ല, പക്ഷെ ആർക്ക് കൊടുക്കണം അത് അവനറിയാം. അതുകൊണ്ട് പണമില്ല എന്നത് ആണിനോ പെണ്ണിനോ തടസ്സമല്ല. സ്നേഹമാണ്, ബഹുമാനമാണ്, വാത്സല്യമാണ്, ആരോഗ്യമാണ്, ശക്തിയാണ്, സൗന്ദര്യമാണ്, സൗരഭ്യമാണ് വേണ്ടത്. ഒന്ന് നോക്കിയാൽ മതി, കണ്ട് മനസ്സിലാക്കിയാൽ മതി. അതിനാൽ ശക്തമായ കരാറാണ്. ആ കരാറ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ, നമ്മൾ അതിൽ ഏജന്റ് ആകുമ്പോൾ, ദല്ലാൽ ആകുമ്പോൾ, ദല്ലാൽ എന്ന് പറഞ്ഞാൽ അറബിയാണ് വാക്കിട്ടോ, ദല്ല അറിയിച്ചു കൊടുത്തു, ചൂണ്ടിക്കാണിച്ചു. ദല്ല അങ്ങനൊരു പെണ്ണുണ്ട് കേട്ടോ, എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇന്നലെ സങ്കടകരമായൊരു രംഗം, ഒരു വിവാഹമോചനം നടന്ന വീട്. അപ്പൊ അന്വേഷിച്ചില്ലേ, അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ അന്വേഷിച്ചു, ചോദിച്ചോലൊക്കെ നല്ല കുട്ടിയാന്ന് പറഞ്ഞു. പിന്നെയാണ് എല്ലാ കുഴപ്പമുണ്ട്, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകും അതൊക്കെ ഉണ്ട് എന്നറിയുന്നത്. അപ്പോ എന്തു പറ്റി നമ്മുടെ സമൂഹത്തിന്? ചിലരൊന്നും തുറന്നു പറയില്ല. നമ്മളായിട്ട് മുടക്കണ്ട എന്ന് ഇബ്ലീസ് നമ്മളോട് പറയും. ആര്? ഇബ്ലീസ്. അല്ലാഹു കൽപ്പിച്ചത് ഗീബത്ത് പാടില്ല എന്നാണ്. എന്താ ഗീബത്ത്? ഒരാളുടെ ഉള്ള കുറ്റം അയാൾ ഇല്ലാത്ത, അവൾ ഇല്ലാത്ത സമയത്ത് പറയലാണ് ഗീബത്ത്. അത് പാടില്ല. സംഘടനകൾ തമ്മിലൊക്കെ വലിയ വലിയ കുറ്റമൊക്കെ പറയുന്നില്ലേ? വാട്സപ്പിൽ ഇങ്ങനെ കാണുന്നില്ലേ? അതിന്റെ കൂട്ടക്കുറ്റമാണ്, ഒരു കുറ്റമല്ല, കൂട്ടക്കുറ്റം. എല്ലാ സംഘടനകളും പറയണമെന്ത്? ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല. പറയണമെങ്കിൽ എന്തു വേണം? അനുയായികളോട് പറയണം, ഇങ്ങനെയൊന്നും പറയരുത്, ഗീബത്ത് വേണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളായിട്ട് അതൊന്നും ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. ഗീബത്തിന്റെ ഭാഗങ്ങൾ, ആരാന കുറ്റം പറയുന്ന ഭാഗങ്ങൾ, വിഷയം പറയാം. അല്ലാഹു വല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ്. കൈ കെട്ടുമ്പോ നെഞ്ഞത്ത് കൈ കെട്ടണം, കുടിക്കുമ്പോ വെള്ളം ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, അതൊക്കെ നമുക്ക് പറയണം. ഒരാളെ കുറ്റം പറയണ പരിപാടി. ഈ ഗീബത്തിനെ കുറിച്ച് അല്ലാഹു അരുളിയത്, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ജ്യേഷ്ഠന്റെ, അനുജന്റെ, പെങ്ങളുടെ, ആങ്ങളയുടെ മാംസം വെട്ടിയെടുത്ത് തിന്നോ നിങ്ങൾ? കരിഹത്തുമോ? എത്ര അറപ്പാണത് അല്ലേ? അതുപോലെയാണ് ഒരാളുടെ ഉള്ള കുറ്റം. ഇല്ലാത്ത കുറ്റം പറയല് പച്ചക്കള്ളമാണ്, അത് അപവാദമാണ്. ഇത് ഉള്ള കുറ്റം പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? ശരി. എന്നാൽ കല്യാണാലോചന വരുന്നു. ആ പയ്യൻ എങ്ങനുണ്ട്? നിങ്ങളൊന്ന് ശരിക്കും അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും പറയണം. അത് ആ കുടുംബത്തെ, അന്ത്യനാൾ വരെയുള്ളൊരു കുടുംബത്തെ അടിത്തറ ശരിയാക്കലാണ് നമ്മുടെ വക. സുബഹിക്ക് കാണാറില്ല,
അത് പറഞ്ഞാൽ മതി. സുബൈക്ക് കാണുന്നില്ലെങ്കിൽ പിന്നെ ആ ആളുടെ കാര്യം കഷ്ടമാണ് അല്ലേ. ചിലപ്പോ മക്കനടാതെ ആ പെണ്ണിനെ കാണാറുണ്ട്, ശരിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് സ്നേഹം, അതാണ് ബഹുമാനം, അതാണ് ആത്മാഭിമാനം. നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം. അൽ ഖബീസാതു ലിൽ ഖബീസീൻ, ചീത്ത ആളുകൾക്ക് ചീത്ത പെണ്ണുങ്ങള്, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങൾ. ഇതാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളുടെയൊക്കെ കല്യാണാലോചന വരും ഇല്ലേ, വരുമ്പോ ഒരു നല്ലവരാണെന്ന് പറയണല്ലോ, വേണം. അതിന് പൈസ കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെയോ നല്ലവരാകണം. സുബഹിന് പള്ളിയിലെത്തണം, മക്കളൊക്കെ സുബഹിന് പള്ളിയിലെത്തണം, ളുഹറിന് ഏതായാലും എത്തണം, അസറിന് എന്തായാലും എത്തിക്കൊള്ളണം, മഗ്രിബിന് തന്നെ പറയാനുമില്ല, ഇശാവുമ്പോ എന്തായിരുന്നാലും എത്തണം. സുബഹും ഇശായും കപട വിശ്വാസികൾക്ക് വലിയ പ്രയാസ ജമാഅത്തിന് മസ്ജിദിലെത്താൻ. അപ്പൊ നമ്മൾക്ക് കാപട്യമുണ്ടോ ഇല്ലേ, മക്കൾ ഉറങ്ങാണോ അല്ലേ, അപ്പോ ഉള്ളത് പറയണം. കുടുംബജീവിതം നല്ലതാകണം, കുടുംബത്തിന്റെ ഫൗണ്ടേഷൻ അടിത്തറ നല്ലതാകണം, ചുമര് നല്ലതാകണം, ചോരാത്ത വീടാകണം, ബറക്കത്തുള്ള വീടാകണം. അതുകൊണ്ട് നല്ല സ്വഭാവം ആളുകൾ പാലിക്കണം. നല്ല സ്വഭാവമാണെങ്കിൽ ആണ് എന്ന്, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഇത് നമുക്ക് നിർബന്ധമാണ്. നമ്മൾ അതിനെ സഹായിക്കണം, നല്ല കുടുംബത്തെ ഉണ്ടാക്കാൻ സഹായിക്കണം. അത് നമ്മുടെ മോനും നമ്മുടെ മോളും മരുമകനും പെങ്ങളമകനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളും ഒക്കെ തമ്മിൽ വിവാഹങ്ങൾ നടത്താൻ ഒരുങ്ങുമ്പോ അവർക്കെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഒരു ശ്രമം നടാ. കല്യാണമൊക്കെ വരാൻ പോകാം, പിന്നെ മരിച്ചാൽ അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് നിസ്കരിക്കാൻ മസ്ജിദിലെത്തിക്കോ, ആ മക്കനെ നിട്ടോ മോളെ എന്ന് പറയണം. അങ്ങനെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കണം. പണ്ടെങ്ങാണ്ട് എന്തോ ഒരു അബദ്ധത്തിൽപ്പെട്ടു, അതിങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തൗബ ചെയ്തിട്ടുണ്ടോ, നന്നായിട്ടുണ്ടോ എങ്കിൽ പഴയ കേസ് കെട്ടുകൾ എടുക്കേണ്ടതില്ല. ഉള്ളതാണെങ്കിലോ അത് പറയും വേണം, ഇല്ലാത്തത് പറയും വേണ്ട. അങ്ങനെ കല്യാണം മുടക്കികളായ ആരെങ്കിലും പീഡിയക്കൊലായ്മ ഇരിക്കാറുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ആരെങ്കിലും ഉണ്ടോ? ചില നാടുകളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. ഏത് കല്യാണം മുടക്കാൻ പാടില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മുടക്കുന്നവരല്ല, നടത്തുന്നവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള വിവാഹങ്ങളാണ് നടക്കേണ്ടത്. ആ വിവാഹങ്ങൾ മരണം വരെയുള്ളതാണ്. ഡൈവേഴ്സ് ചെയ്തളി, ഒഴിവാക്കിക്കളി, പെരീ പോവുക, കുട്ടി കെട്ടിത്തൂങ്ങാൻ പോവുകയാണ്, മരിക്കുകയാണ്, വേണ്ട, മടുത്ത് എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്ന സ്വഭാവം ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ കൂടുതലുള്ളത്? ആണുങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളും പെണ്ണുങ്ങളെപ്പോലെയുള്ള ആണുങ്ങളും ഉണ്ടാകും. നമുക്ക് വേണ്ടത് ആണുങ്ങളെപ്പോലെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളും. ആരായാലും ശരി, അള്ളാഹുവിന്റെ നാമത്തിലാണ് വിവാഹം, അള്ളാഹുവിന്റെ നാമത്തിലാണ് വിവാഹം. ബിസ്മില്ലാ, അതിന് മലക്കുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് ആ വിവാഹത്തിൽ കലർപ്പ്, ചളി, കറ, പൊടി, പുക ഒന്നും ഉണ്ടാകരുത്. ഉള്ളിലൂടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. മോശമായ പണമായോ പണ്ടമായോ പറമ്പായോ ഒരു ആഗ്രഹം ഉണ്ടാകരുത് ആർക്കും. അങ്ങനെയുള്ള വിവാഹങ്ങൾക്കാണ് നമ്മൾ കൂട്ടുനിൽക്കേണ്ടത്. അതിനാണ് നമ്മൾ ദല്ലാൾ ആകേണ്ടത്. നന്മയിലേക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ, ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ ആളത് ചെയ്ത ആളെ പോലെയാണ്. നല്ല പെൺകുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കിയാൽ മഹത്തായ പുണ്യമാണ്. നല്ല ആൺകുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കിയാൽ മഹത്തായ പുണ്യമാണ്. അവർ തമ്മിലുള്ള ഇടപാട്, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ സാമ്പത്തിക ഇടപാട് ഒന്ന് മഹർ. അതിനെത്ര വേണം? കീശിയിലുള്ള എടുത്തുകൊടുത്താൽ മതി. പലവട്ടം കേട്ടതാണോ? മതത്തിൽ അവൻ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇടങ്ങാറായത് ആരാ? വിവാഹത്തിന്റെ സമയത്താ ഏറ്റവും വലിയ ഇടങ്ങേറ്.
കല്യാണം റെഡിയാകുന്നു എന്ന് കണ്ട പെണ്ണിന്റെ വീട്ടുകാർക്ക് ബേജാറും ആണിന്റെ വീട്ടുകാർക്ക് സന്തോഷവുമാണ്. എന്നാലും ബേജാറ്, എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം. ആൺവീട്ടുകാരും പെൺവീട്ടുകാരും ഒരുപോലെ സന്തോഷിക്കണം. അവർക്ക് മനപ്രയാസം ഉണ്ടാകരുത്, അവർ കടം വാങ്ങരുത്, അവർ യാചിക്കരുത്, അവർ കടപ്പാടം പണയം വെക്കരുത്, അവർ ജ്വല്ലറി പോകേണ്ട നിർബന്ധിതാവസ്ഥ ഉണ്ടാകരുത്, പോകേണ്ട ആവശ്യം വരുന്നില്ല. വിവാഹത്തിൽ മഹറാണ് വേണ്ടത്. ആത്തൂ കൊടുക്കിൻ, ആത്തൂ കൊടുക്കിൻ, ആത്തൂ കൊടുക്കിൻ. ഒരു 1/2 ഡസൻ സ്ഥലത്താണ് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ. ആരോടാ? പെണ്ണിന്റെ വീട്ടുകാരോടല്ല, ആണിന്റെ വീട്ടുകാരോടാ. നിഷ്പ്രയാസം ഖൈറുൻ നിക്കാഹി ഐസറു. ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ലളിതമായതാണ്, ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്, എളുപ്പമുള്ളതാണ്. എളുപ്പമാകണം, ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല. ഇന്ന ദിനയുസ്റുൻ, മതം എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവനോട് ഇസ്തിഗാസ ചെയ്യുന്ന, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വിവാഹം ഉണ്ടാക്കണം. അത് ഭദ്രത ഉള്ളതാകണം. ആ ഇഷ്ടികകളെല്ലാം ഒന്നിനെ മേലെ ഒന്നായി ഒന്നിനടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് നല്ല നല്ല കൃത്യമായ ചിട്ടയോടെ സൗന്ദര്യത്തോടു കൂടി നിലനിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അതുണ്ടാക്കി കൊടുക്കണം. അതിൽ സാമ്പത്തികമായ ഒരു ഇടപാടും ഉണ്ടാകരുത്. ചെലവെന്താ? മഹറാണ്. പിന്നെന്താ? വിവാഹ സൽക്കാരമാണ്. വിവാഹ സൽക്കാരമാണ്. വിവാഹ സൽക്കാരമാണ്, സദ്യയല്ല. വിവാഹ സൽക്കാരം ഉള്ളത് എല്ലാവരും കൂടി കുടിക്കുകയെ കഴിക്കുകയെ ആ നില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെ ഒക്കെ ഏതാണ്ട് ഒരു പായസം മോഡലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഏറ്റവും വലിയ സൽക്കാരം നടത്തിയത് ഒരാടാണ്. നമ്മുടെ നാട്ടില് എത്ര വീട്ടിലാണ് ആടുള്ളത്? കുറവാ. റസൂലുള്ളാഹിന്റെ കാലത്ത് 100-200 ആടുകൾ സാധാരണമായുണ്ട്. അതിൽ നിന്നൊരാടാണ് ഏറ്റവും വലിയ സൽക്കാരത്തിന്. ഖൈറുൻ നിക്കാഹി ഐസറു, ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. അതുകൊണ്ട് ഭാരപ്പെടരുത്, വിഷമിക്കരുത്. അപ്പൊ ആണിന്റെ വീട്ടുകാർ അവരോട് പറയണം, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വിഷമിക്കരുത്. കല്യാണം വല്ലാതെ നീട്ടിവെച്ച ആണും പെണ്ണും വിഷമിക്കും. അവർ തമ്മിൽ അനാവശ്യമായി സംസാരിക്കും, കാണും, അബദ്ധങ്ങളും അപകടങ്ങളും സംഭവിക്കും, വഴിമാറിപ്പോകും, വേണ്ടാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. നീട്ടിക്കൊണ്ടുപോകരുത്. വിവാഹശേഷി എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ള പറയാണ്, ഫല്യതസവ്വജ്, വേഗം വിവാഹം കഴിക്കണം, വേഗം വിവാഹം കഴിക്കണം, വൈകരുത്. വിവാഹം നീട്ടി ഡേറ്റ് ഫിക്സ് ചെയ്യരുത്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയാ, ചെല്ല്, നിന്നെ ആൾക്കാരൊക്കെ വിളിച്ചോ, പിന്നെ കാണുന്നവരൊക്കെ വിളിച്ചോ. എന്താ നബിയെ? ഇന്ന് എന്റെ വിവാഹമാണ്. ഇന്ന് ലോകത്തിന്റെ രാജകുമാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗവർണർമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, മേധാവികളുണ്ട്, സഹാബിമാരുണ്ട്, കുറെ കുടുംബങ്ങളുണ്ട്. നബിയുടെ കുടുംബത്തിന്റെ അത്ര വലിയ കുടുംബം ഉണ്ടാവൂല. അങ്ങനെയൊക്കെ ഉണ്ടായാലും റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്ന എന്നാണ്? ഇന്നാണ്. ഫിക്സ് ചെയ്തത് എന്നാണ്? ഇന്നാണ്. വിളിച്ചത് എന്നാണ്? ഇന്നാണ്. നടത്താൻ പോണ എപ്പോഴാ? അടുത്ത് എല്ലാവരും കൂടി വന്നാൽ നടത്തുകയും വന്നു, ഉള്ളവരൊക്കെ വന്നു. ഒരു സുപ്ര വിരിച്ചു, ഒരു കൊട്ട ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അതവിടെ കൊട്ടി, തികയില്ല. അപ്പൊ അയലോക്കക്കാരൊക്കെ അവരെ വീട്ടിലുള്ളതൊക്കെ കൊണ്ടുവന്ന് പാല്, വെണ്ണ, നെയ്യ്, ഈത്തപ്പഴം അതൊക്കെ ആയിട്ട് അത് കൊട്ടി. അപ്പൊ അതെല്ലാം കുഴച്ചു. കുടിച്ചു എന്ന് പറയാനില്ല, തിന്നു എന്ന് പറയാനുമില്ല, കഴിച്ചു. ഇതാണ് വിവാഹം. കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് ലോകത്തിന്റെ രാജകുമാരൻ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന മനുഷ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരുമായി ബന്ധമുള്ള ആള്, ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കി തന്ന ആള്, കുടുംബ ബന്ധത്തിന്റെ മഹിമ മനസ്സിലാക്കി തന്ന ആള്. അത്രയേ ഉള്ളൂ. എന്നെ വിളിച്ചില്ല നിശ്ചയത്തിന്. ചില ആൾക്കാർ കേസ് പറയും, അവന്റെ കല്യാണത്തിന് പോവുകയാണ്, നിശ്ചയത്തിന് വിളിച്ചിട്ടില്ല എന്ന് പറയും. ഇതിനൊന്നും ആവശ്യമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണത്തിന് മാത്രം ജനങ്ങൾ ഉപയോഗിക്കുന്ന അത്തർ പൂശി വന്നു. ആ കാലഘട്ടത്തില് അധികം അത്തറും കുപ്പായത്തില്
അതിന്റെ അടയാളം കാണും. അബ്ദുറഹ്മാൻ, നീ കല്യാണം കഴിച്ചു? ആ, കല്യാണം കഴിച്ചു. ആരാ? റസൂല ചോദിക്കണത്. കാളിയര്, മോലിയര്, ഖത്തീബ്, ഇമാമ്, രാജാവ്, ഖലീഫ, അമീർ, നബി അറിയാതെ ആ സഹോദരൻ കല്യാണം കഴിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അറിയാലോ, വലിയ മുതലാളിയാണ്. വലിയ മുതലാളിയാണ്. ചാക്ക് കണക്കിന് സ്വർണ്ണ നാണയം ഉണ്ടെന്ന് മരിച്ചപ്പോ 4 ഭാര്യമാർക്കൊക്കെ ഓഹരി വെച്ചു കൊടുക്കാൻ ബർക്കത്ത് ഉള്ള ആളായിരുന്നു. അദ്ദേഹമാണ് നബിയോട് പറയാതെ കല്യാണം കഴിച്ചിരിക്കുന്നത്. വിഷയം അതൊന്നുമല്ല, കല്യാണം കഴിക്കാം, അതിനിപ്പോ എല്ലാവരോടും പറയണമെന്നില്ല. നീ എന്നോട് പറഞ്ഞല്ലേ സെക്രട്ടറി അവിടെ കമ്മിറ്റിയിൽ നിന്ന് വെട്ടിക്കാം, മെമ്പർഷിപ്പ് ഒഴിവാക്കിക്ക, ഒന്നുമില്ല, പുറത്താക്ക്, ഒന്നുമല്ല. വലീമ കൊടുത്തോ? സൽക്കാരം വലീമ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോ അതാണ് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്, ഒരു ആടിനെ അറുത്തു കൊടുക്കാൻ. വലിയ മുതലാളി ഒരാടാണ്. അപ്പോ വിവാഹം ഇന്നയാളോട് പറയണം നിർബന്ധമല്ല, പറയണ്ടെന്നല്ല കേട്ടോ, നമുക്ക് എല്ലാവരും കൂടിയാടുക തന്നെ. പക്ഷെ അതൊന്നും വിവാഹത്തിന്റെ നിബന്ധനയല്ല. അങ്ങനെ ലളിതമായി വിവാഹം നടക്കുന്നു. പക്ഷേ വിവാഹത്തിന് മുമ്പ് അതൊരു ഉറപ്പുള്ള കരാറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിവാഹം, അല്ലേ? അതിന് പ്രയാസമുണ്ടാകരുത്, ആരും കടം വാങ്ങരുത്, ആരും അതിനു വേണ്ടി അധ്വാനിക്കേണ്ടതില്ല. മകൾക്ക് വേണ്ടിയല്ല, മകന് വേണ്ടിയാണ് ചെലവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആണിനാണ് ചെലവ് എന്നാണ്. ആണിനാണ് ചെലവ്. എന്താ ചെലവ്? മഹർ കൊടുക്കണം, പിന്നെ വിവാഹ സൽക്കാരം, പിന്നെയോ റൂം താമസിക്കണല്ലോ. ആ റൂം ചെറുതോ വലുതോ ആകട്ടെ, ഒരു സൗകര്യം, വളച്ചു കിട്ടിയ ഒരു സൗകര്യം, ഭാര്യയും ഭർത്താവും മടക്കി പിടിച്ച് സംസാരിക്കുമ്പോൾ പുറത്തു കേൾക്കാത്ത ഒരു വീട്, ഒരു റൂം, അതാരാ? ചെറുക്കന്റെ വക. അതുകൊണ്ട് പെൺകുട്ടികളുടെ വീട്ടുകാർ ഒരു ചില്ലിക്കാശ് പോലും, കാലിച്ചായ പോലും വിവാഹത്തിന് ചെലവാക്കരുത്. എല്ലാ ചെലവും അവന്റെ വക. വലീമ അവന്റേത്, മഹർ അവന്റേത്, വിവാഹ വസ്ത്രം അവന്റേത്. അത് അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിപ്പിച്ച് അവൻ നൽകിയ വസ്ത്രം അണിയിപ്പിക്കുമ്പോ പെങ്ങളെ ആ ആഭരണം കഴിച്ചു കൊടുത്താൽ മതി. പയ കുപ്പായ കഴിച്ചു കൊടുക്കുമ്പോഴേ ആ ആഭരണം കഴിച്ചു കൊടുത്താൽ മതി. എന്നാ പ്രശ്നം കഴിഞ്ഞു. വേണ്ടതില്ല. ആഭരണം വേണമെന്നുണ്ടെങ്കിൽ ചെറുക്കനാണ് വാങ്ങേണ്ടത്, പെണ്ണല്ല, പെണ്ണിന്റെ വാപ്പയല്ല, ആങ്ങളെയല്ല. ഇതാണ് വസ്തുത, പച്ച പരമാർത്ഥം ഇതാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. അപ്പൊ ഭദ്രമായ കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകണം. അതിന് കറയോ ചളിയോ പൊടിയോ ഒന്നും ഉണ്ടാകരുത്. ഉഷാറാക്കണം. പിണങ്ങരുത്, സ്നേഹം വഴിമാറി ഒഴുകരുത്, മൊബൈലിലേക്കാകരുത് നോട്ടം, ജീവിതത്തിലേക്കാകണം. ടൂറുകൾ, അനാവശ്യമായ ടൂറുകൾ നമുക്ക് ഒഴിവാക്കണം. ഇതാ ഇന്നലെയും മിനിഞ്ഞാന്നും മറ്റുമൊക്കെയായി എന്തൊക്കെ ആഘോഷങ്ങളാണ് ലോകത്ത് നടന്നത്. 108 കോടി രൂപയുടെ കള്ളാണ് വിതരണം ചെയ്തത്. എത്ര കൊലപാതകങ്ങളാണ് നടന്നത്, എത്ര വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. ജനങ്ങളെ എന്തിന്റെ പേരിൽ? കഴിഞ്ഞുപോയ ഒരു കൊല്ലം, കഴിഞ്ഞുപോയ ദുഃഖമല്ലാതെ സന്തോഷമാണോ നമുക്ക് വരാനുള്ളത്? ഈ ടൂറുകൾ, അനാവശ്യമായ ടൂറുകൾ, അനാവശ്യമായ യാത്രയിൽ, ഭാര്യയെ കൂട്ടാത്ത ഭർത്താവിന്റെ യാത്ര, ആണുങ്ങളെ കൂട്ടാത്ത പെണ്ണുങ്ങളൊക്കെ പാടക്കൂടിയ ഒരു യാത്ര, ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. ഭർത്താവിനേക്കാൾ വലിയ ആരാവുള്ളത്? ഭാര്യയേക്കാൾ വലിയ ആരാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ചങ്ങാതിമാരുമായല്ല യാത്ര ചെയ്യേണ്ടത്, കുടുംബയാത്രകളാണ്. മസ്ജിദിലേക്കുള്ള യാത്ര, സമ്മേളനങ്ങളും സദസ്സുകളുമുള്ള ആ രംഗത്തേക്കുള്ള യാത്രകൾ, അതാണ് വേണ്ടത്. അതുകൊണ്ട് മരണം വരെ നിലനിൽക്കുന്ന കുടുംബജീവിതം. തലാഖിനെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. തലാഖിനെ കുറിച്ച് സംസാരിക്കേണ്ട ഘട്ടം അവസാനമാണ്. അവസാനമെത്തുന്നതിന്റെ മുമ്പ് ആദ്യം തന്നെ പറയാം, തലാഖ് ചൊല്ലിക്കളി. പൂച്ചക്കുട്ടിയെ വാങ്ങണമെന്ന് ചെറിയ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ്. അപ്പൊ അവൻ പറഞ്ഞു, കുറച്ച് വലുപ്പമുള്ള വീട്ടിലേക്ക് മാറിയിട്ടാകാം, വാടകക്കാണേ. ഓഫീസിൽ പോയപ്പോ ഒരു മെസ്സേജ്, പ്ലീസ് ഡൈവോഴ്സ് മീ, എന്നെ ഒഴിവാക്കി കളി. എന്തേ? പൂച്ചക്കുട്ടിനെ വാങ്ങാൻ. ഈ നിസ്സാരമായ കാരണങ്ങളാൽ മക്കളൊക്കെ നല്ല നിലക്ക് വളരണം. അത്യാവശ്യം ജോലി ചെയ്ത് വളരണം.
ഒന്നും അറിയാത്ത രീതിയിൽ പേനരിക്കാതെ മണലരിക്കാതെ വളർത്തരുത്. അവരെ പണിയെടുപ്പിക്കണം, അടുക്കള പണിയെടുപ്പിക്കണം, അടുക്കള തോട്ടത്തിൽ പണിയെടുപ്പിക്കണം. മക്കളൊക്കെ അത്യാവശ്യം ജോലി ചെയ്യണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അത് അവരറിയണം. ഒരു പ്രയാസവും മക്കളെ അറിയിക്കരുത് എന്നൊക്കെ വിചാരിച്ച് കുറച്ചാണ് കഴിയുമ്പോ അവര് വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോ ഭാരം വഹിക്കാൻ കഴിയാതെ, വേദന പെട്ടെന്നൊന്നും ഒരു വേദനയും സഹിക്കാൻ കഴിയാതെ, ഒരു പ്രശ്നവും കേൾക്കാൻ കഴിയാതെ അവര് വിവാഹമോചനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാനും ശാസിക്കാനും പഠിക്കണം. തലോടാനും വേണമെങ്കിൽ തല്ലാനും പഠിക്കണം. ആ തല്ല് സ്നേഹത്തോടു കൂടിയാകുമ്പോ അവര് തൂങ്ങിച്ചാകൊന്നുമില്ല. ദേഷ്യം പിടിച്ച് പല്ലിറുമ്മിയിട്ട് ഒരു ഭീകര രൂപത്തിലാകുമ്പോൾ ആണ് പ്രശ്നം. കാര്യങ്ങളെല്ലാം ദീൻ അനുസരിച്ച് വളരണം. അപ്പൊ മൊബൈൽ കിട്ടാതിരുന്നാൽ ആത്മഹത്യയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് ഒരു മതം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഭദ്രമായ ഒരു കുടുംബജീവിതം നമുക്ക് ലോകത്തെവിടെയും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന കുടുംബജീവിതം പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. റജബ് മാസം പറഞ്ഞിരിക്കുകയാണ്. റജബിന്റെ പ്രത്യേകത എന്താണ്? യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. തൗബ 36-ാമത്തെ ആയത്ത് നിങ്ങൾക്കറിയാം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ കൊല്ലം 12 മാസമാണ്. അതിൽ 4 മാസം ബഹുമാനപ്പെട്ടതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. എന്നാൽ റജബ് മാസത്തിന് ജാഹിലിയ്യ കാലത്ത് മുളർ ഗോത്രക്കാര് പല പ്രത്യേകതകളും വിചാരിച്ചിരുന്നു. എന്നാൽ ഇസ്ലാം വന്നതോടുകൂടി അതൊക്കെ അവസാനിപ്പിച്ചു. ആ റജബ് മാസം യുദ്ധം ഹറാമാണ് എന്ന ബഹുമാനം മാത്രം നിലനിർത്തി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖിന്റെ കാലമായപ്പോഴേക്ക് അനാചാരങ്ങൾ പൊക്കി. റജബ് മാസത്തിന് അനാവശ്യമായ ബഹുമാനം കൽപ്പിച്ച ആളുകൾക്ക് പേരിട്ടു റജബിയൂൻ. അവര് റജബ് മാസത്തിൽ സ്പെഷ്യൽ നോമ്പെടുക്കും. ഉമർ ഫാറൂഖ് പോലീസിനെ ഏൽപ്പിച്ചു. അവരെ കണ്ടെത്തിയിട്ട് അവരെ അടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ, നോമ്പ് മുറിപ്പിക്കാൻ. സ്പെഷ്യൽ നോമ്പില്ല. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അറബി മാസം 13, 14, 15 നോമ്പുണ്ട്. സൗകര്യമുള്ള ദിവസങ്ങളിൽ ഏത് ദിവസവും നോമ്പ് വെൽക്കാം. റജബിലായിട്ട് നോമ്പില്ല. അതാണ്. അപ്പോ സലാത്തു റഗായിബ് നിസ്കാരം എന്നൊരു നിസ്കാരം, റജബിലെ 1-ാം തീയതി മഗ്‌രിബിന് ഇശാക്കുമിടയിൽ കുറച്ച് നിസ്കാരം, ആദ്യത്തെ ജുമാന്റെ ദിവസം കുറെ നിസ്കാരം, ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തബീനുൽ ഉജ്ബ്, റജബിന്റെ പവിത്രത പറയാനുള്ള ചില കിതാബുകൾ, ചില പുസ്തകങ്ങൾ പല ആളുകളും എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തതാണ്, ഇതൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ നിസ്കാരമോ ഇല്ല, പ്രത്യേകമായ പവിത്രത ഇല്ല, പ്രത്യേകം ഉംറ ഇല്ല. ഇത് ബാത്തിലാണ് എന്ന് മഹാപണ്ഡിതന്മാരായ സലഫുസ് സ്വാലിഹ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പില്ല, നിസ്കാരമില്ല എന്ന്. അപ്പോ ആചാരമുള്ളത് നമ്മൾ ചെയ്യും വേണം, ഇല്ലാത്തത് ഏതാന്ന് പറഞ്ഞു കൊടുക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.